തോമസ് അഡ്മിറ്റായ ഹോസ്പിറ്റലിൽ ഇപ്പോൾ മെഡിക്കൽ യോഗം ചേർന്നുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് മന്ത്രി പി രാജീവ് സംസാരിക്കുന്നു തത്സമയം. ലൈംഗിക കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ചികിത്സയാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അത് കുറച്ച് സമയമെടുക്കുന്ന പ്രക്രിയയായിരിക്കും. നല്ല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനും ഐബിയും മെഡിക്കൽ സൂപ്രണ്ടും ചികിത്സിക്കുന്ന ന്യൂറോ സർജൻ ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. CTക്ക് ശേഷം വീണ്ടും അവരുമായിട്ട് സംസാരിക്കുന്നതായിരിക്കും. ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ ഇപ്പോൾ തുടരുന്നുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞിട്ട് അതിന്റെ ഒരു അപ്ഡേഷനിലേക്ക് പോകാൻ കഴിയുമോ? ഇപ്പോഴത്തെ CT സ്കാനിങ് കഴിയുമ്പോൾ വീണ്ടും CTക്ക് കയറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ റിസൾട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഉള്ള രീതി തന്നെ തുടരണോ, വേറെ എന്തെങ്കിലും ഇന്റർവെൻഷൻസ് ആവശ്യമാണോ എന്ന കാര്യം കൂടി അവർ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതിനു കൂടി ശേഷമായിരിക്കും മെഡിക്കൽ ബുള്ളറ്റിനും പുറത്തേക്ക് ഇറങ്ങും. അതിപ്പോൾ ഇന്നലെ എല്ലാ വിദഗ്ധ സംഘം എത്തി. ഇനി ഇപ്പോഴത്തെ ഒരു സൗകര്യം ഈ റിസൾട്ട് കിട്ടുമ്പോൾ തന്നെ അയച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ ഇവരുമായിട്ട് ആശയവിനിമയം നടത്തും. ഞങ്ങളിപ്പോൾ ആസ്റ്ററിലെ ഡോക്ടർ ദിലീപ് പണിക്കർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ടവർ ഇന്നലെ തന്നെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചിരുന്നു. ഇന്നിപ്പോൾ CTക്ക് ശേഷം അവർക്ക് അയച്ചു കൊടുക്കും. നമുക്ക് ലഭ്യമാകുന്ന വിദഗ്ധ ഡോക്ടർമാർക്ക് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരിക്കും കാര്യങ്ങൾ ചികിത്സാ രീതി തീരുമാനിക്കുക. കുറച്ച് സമയം ആവശ്യമായി വരും എന്ന് തന്നെയാണ്. അവര് പോയി മെഡിക്കൽ കോളേജ് സംഘമാണല്ലോ. അവർക്കിപ്പോൾ ഇന്നലെ രാത്രി അവർക്ക് ഇവിടെ തുടരാം എന്ന് പറഞ്ഞില്ലെങ്കിലും രാവിലെ തന്നെ അവർക്ക് എത്താകുമ്പോൾ ഒത്തിരി തിരക്കുള്ള ഡോക്ടർമാരാണ്. അവിടുത്തെ പേഷ്യൻസിനെയും ബാധിക്കാതെ അവര് രാത്രി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ തിരിച്ചുപോയി. റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അതേപോലെ നേരത്തെ നമ്മുടെ ഒരു വിദഗ്ധ പാനലുണ്ട്, അവരുമായിട്ട് ആശയവിനിമയം നടത്തും. അതിനുശേഷം എന്തെങ്കിലും മാറ്റം ചികിത്സ. മന്ത്രി ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങളാണ് നൽകുന്നത്. മറ്റൊന്ന്, സ്റ്റേഡിയത്തിൽ സ്റ്റേജ് നിർമ്മിച്ചത് അനുമതിയില്ലാതെയാണെന്ന് GCDA എഞ്ചിനീയറിംഗ് വിഭാഗം നേരത്തെ പ്രതികരിച്ചിരുന്നു. വാക്കുകളിലേക്ക്.